ഹായ്, എല്ലാവർക്കും എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തൈര് സാദത്തിൻ്റെ റെസിപ്പിയാണിത്. കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ ലഞ്ചായിട്ട് നമുക്ക് കൊടുത്തു വിടാൻ പറ്റും. ഈസിയാണ്, വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് പൊന്നിയാണ്. ഇത് പച്ചരിയിലും സാധാരണയായിട്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പൊന്നി അരിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് നന്നായി കഴുകിയിട്ട് നമുക്ക് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് ഞാനൊരു 4 ഗ്ലാസ് വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്താ വെച്ചാൽ ഇത് നമ്മൾ ഒരു 2-3 വിസിൽ അടിക്കേണ്ടി വരും. ഇതൊരു നമുക്കൊരു ക്രീമി പരുവത്തിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇത് നന്നായി വെന്തുടങ്ങി തന്നെ വേണം ഈ അരി. ഒരു 3 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ചൂടാറിന് ശേഷമാണ് കുക്കർ ഓപ്പൺ ചെയ്യാൻ നോക്കാവുള്ളൂ. എന്നിട്ട് നമ്മൾക്ക് ഈ അരി എടുത്ത് ഒരു കയ്യിലെടുത്തിട്ട് നന്നായിട്ട് അതിനെ ഉടച്ചെടുക്കണം. ശരിക്കിത് കൈ വെച്ചിട്ട് ഉടയ്ക്കുകയാണെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. പക്ഷേ നമുക്കിതൊരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇത് നന്നായി ഉടച്ച് തന്നെ എടുക്കണം. കുറച്ച് ടൈം എടുത്തിട്ട് ഒന്ന് ഉടയ്ക്കണം. കുറച്ച് ചോറയല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉടയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് ഞാൻ അരി അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ്സിൽ തൈര് എടുത്തിട്ട് അതൊന്ന് മിക്സിയിൽ അടിക്കുന്നുണ്ട്. നമുക്ക് ഈ സമയം 1 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ച ആ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് എന്താ വെച്ചാൽ പാലാണ്. ഒരു 1/2 ഗ്ലാസ്സോളം പാല് ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് വീണ്ടും ഉടച്ചെടുക്കുക തന്നെ വേണം. നമുക്ക് ഇതിലോട്ട് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കടുക് താളിച്ചിടണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കടുക്, വേപ്പില, അതേപോലെ തന്നെ വറ്റൽമുളക്, കടലപ്പരിപ്പ്, മുഴുവൻ കുരുമുളക്, പിന്നെ പച്ചമുളക്, കുറച്ച് ഇഞ്ചി ക്രഷ് ചെയ്തത്, ഇതൊക്കെ ഇട്ടിട്ട് ഇതിനൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇഞ്ചിയൊന്നും ഇടാൻ മറക്കരുത്. ഇഞ്ചിയൊക്കെ ഒരു റീഫ്രഷിങ് ഒരു സ്മെല്ലും ഒരു ടേസ്റ്റും ഒക്കെ കിട്ടുന്നതാണ്. മുഴുവൻ കുരുമുളക് ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് ഇത് നമ്മുടെ തൈര് സാദത്തിലോട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കടുക് താളിച്ചിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ മല്ലിച്ചപ്പ് കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി. നമ്മളെ ക്യാരറ്റ് കുറച്ച് ഗ്രേറ്റ് ചെയ്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരു കളർ കോമ്പിനേഷൻ കാണുമ്പോൾ കുട്ടികളൊക്കെ നന്നായി കഴിക്കും. അതിട്ടിട്ട് നമുക്ക് ഒന്നും കൂടി ഉടച്ചെടുക്കണം. അപ്പം നമ്മുടെ തൈര് സാദം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അച്ചാറ്, പപ്പടം, അതേപോലെ തന്നെ പൊട്ടാറ്റോ ഫ്രൈ, ഇതൊക്കെ ഇതിൻ്റെ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.